സ്വാലി, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് പൊന്നാനി മലപ്പുറം ചർച്ചകൾ എങ്ങനെയൊക്കെ പോകുന്നു? തീർച്ചയായും പ്രധാന കാര്യം ഈ രണ്ട് സ്ഥാനാർത്ഥികൾ തമ്മിൽ മണ്ഡലം മാറിയത് സംബന്ധിച്ച പല കഥകൾ നേരത്തെ തന്നെ പ്രചരിച്ചിരുന്നു. പക്ഷെ ഇതിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി ഇത് മാറിയിരിക്കുകയാണ്. രണ്ട് മണ്ഡലത്തിലെയും ഇടത് സ്ഥാനാർത്ഥികൾ ഈ വിഷയം സജീവമായി ചർച്ച ചെയ്യുന്നു, ജനങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നു. പക്ഷെ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന് വലിയ ഒരു ആശങ്ക ഉണ്ട്. സ്വാഭാവികമായും ഇ.ടി. നേരത്തെ തന്നെ പൊന്നാനി വേണ്ട, പൊന്നാനി മാറണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. ഇതിന് വഴങ്ങേണ്ട ഒരു സാഹചര്യം അബ്ദുസമദ് സമദാനിക്കും ഉണ്ടായി. ഒടുവിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ചേർന്ന യോഗത്തിൽ പോലും, യൂത്ത് ലീഗിനെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട യോഗത്തിൽ പോലും ഇ.ടി. പൊന്നാനി അല്ലെങ്കിൽ അതായത് മലപ്പുറത്തേക്ക് മത്സരിക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ മാറി നിൽക്കുകയാണ് എന്ന് ശാഠ്യം പിടിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ ഒരു ബുദ്ധിമുട്ട്, പൊന്നാനിയിൽ മത്സരിച്ചാൽ തോൽവി ഭയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് പൊതുവിൽ സംസാരമുണ്ടായിരുന്നു. ഇതാണ് ഇ.ടിയുടെ മണ്ഡലമാറ്റത്തിന് പിന്നിൽ ഉണ്ടായതെന്നാണ് വിലയിരുത്തുന്നത്. സ്വാഭാവികമായും വലിയ ചർച്ച, ഇരു മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഈ വിഷയം ഒരു രാഷ്ട്രീയ വിഷയമായി, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമായി എടുത്തു കഴിഞ്ഞിരിക്കുന്നു. ശരത്. ശരി സ്വാലിഹ, ആ രണ്ട് മണ്ഡലങ്ങളുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട, ഇപ്പോൾ വോട്ടർമാർക്കിടയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച, എന്തുകൊണ്ട് സിറ്റിംഗ് എം പിമാർ ഇങ്ങനെ വെച്ചുമാറി, അതിലവർ നേരിടുന്ന ആശങ്ക എന്താണ് എന്നുള്ളത്. അത് എതിരാളികളെ സംബന്ധിച്ച്, രാഷ്ട്രീയ എതിരാളികളെ സംബന്ധിച്ച്, എതിർ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അത് പൊന്നാനിയിൽ കെ എസ് ഹംസയെ സംബന്ധിച്ചായാലും മലപ്പുറത്ത് വസീഫിനെ സംബന്ധിച്ചാണെങ്കിലും ആ കാര്യങ്ങൾ കൂടി പ്രതികരണം, വസീഫിൻ്റെ പ്രതികരണത്തിൽ നമ്മൾ കണ്ടു. അതിനുള്ള ഒരു പ്രതികരണം ഇ.ടി. അതേക്കുറിച്ച് പറഞ്ഞതും നമ്മൾ കാണുകയുണ്ടായി. ശരി സ്വാലിഹ്.